ന്യൂ SCERT സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 11 ഫ്യൂഡലിസവും മധ്യകാല ലോകവുമാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഇത് മധ്യകാല ഘട്ടത്തിൽ നിലനിന്ന ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട ഒരു മനോറിയൻ എസ്റ്റേറ്റിന്റെ രൂപരേഖയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ പ്രദേശമാണ് മനോറിയൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ പ്രദേശത്തെയാണ് മനോറിയൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു കൊടുത്തേക്കുന്നുണ്ട് അല്ലേ ഈ പിക്ചറിനകത്ത്? ആരാധനാലയം, കൃഷിസ്ഥലം, വനങ്ങൾ, പ്രഭുവിന്റെ കൊട്ടാരം, ഗ്രാമം, മേച്ചിൽപ്പുറം, മില്ല്. ഇനി ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ഫ്യൂഡലിസത്തിന്റെയും മധ്യകാലത്തെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഫ്യൂഡലിസം എന്താണ്? പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. എന്താണ്? പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയ വ്യവസ്ഥയും ആണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം വന്നത്. ഒരു തുണ്ട് ഭൂമി എന്നാണ് ഈ ഫ്യൂഡലിസത്തിന്റെ, ഫ്യൂഡ് എന്ന് പറയുന്ന ജർമ്മൻ വാക്കിന്റെ മീനിങ്. അതിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്ക് വന്നത്. ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ട്, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ 3 ക്രമങ്ങളാണുള്ളത്. അവ എന്തൊക്കെയാണ്? പുരോഹിതർ, പ്രഭുക്കന്മാർ, കർഷകർ. ഫ്യൂഡൽ വ്യവസ്ഥയിലെ 3 ക്രമങ്ങളാണ്: പുരോഹിതർ, പ്രഭുക്കന്മാർ, കർഷകർ. ഫ്യൂഡലിസത്തിൽ കൂടുതൽ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. രാജാവ് തന്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു. ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുള്ളവരായിരിക്കണമെന്നും ആവശ്യ സന്ദർഭങ്ങളിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു. പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരമുണ്ടായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥയിൽ 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. അവ ഏതെല്ലാമെന്ന് നോക്കാം. സ്വതന്ത്ര കർഷകരെന്നും അടിയാന്മാരെന്നും ആയിരുന്നു ആ 2 വിഭാഗങ്ങൾ. ഇവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിക്കാം. ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലുമായിരുന്നു ഇവർ പണിയെടുത്തിരുന്നത്. വേതനം അവർക്ക് ലഭിച്ചിരുന്നില്ല. പ്രഭുവിന്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടു പോകാൻ ഇവർക്ക് കഴിയുമായിരുന്നില്ല. 14ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കാലാവസ്ഥാ വ്യതിയാനം, ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം, രാജാധികാരം ശക്തിപ്പെട്ടത്, പ്ലേഗ് അഥവാ കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരിയുടെ വ്യാപനം, വെടിമരുന്നിന്റെ കണ്ടുപിടുത്തം, കുരിശുയുദ്ധങ്ങൾ. ഇനി വിശുദ്ധ റോമാ സാമ്രാജ്യം, ഹോളി റോമൻ എംപയർ. റോം ആസ്ഥാനമായി നിലനിന്നിരുന്ന സാമ്രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചുവല്ലോ. മുൻകാലത്ത് റോമാ സാമ്രാജ്യം, പശ്ചിമ റോമാ സാമ്രാജ്യം, പൂർവ്വ റോമാ സാമ്രാജ്യം എന്നിങ്ങനെ 2 തിരിച്ചിരുന്നു. പിൽക്കാലത്ത് റോമാ സാമ്രാജ്യത്തെ 2 തിരിച്ചിരുന്നു. പശ്ചിമ റോമാ സാമ്രാജ്യമെന്നും പൂർവ്വ റോമാ സാമ്രാജ്യമെന്നും. പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി. ഈ പശ്ചിമ റോമാ സാമ്രാജ്യത്തെ ഫ്രാങ്കുകൾ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി. ഇവർ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിന്റെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ. ഫ്രാങ്കുകൾ കീഴടക്കിയിട്ട് അവരൊരു സാമ്രാജ്യം ഉണ്ടാക്കി. അതിനെ പറയുന്ന പേരാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. അതിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ. പോപ്പ് ലിയോ 3-ാമനെ ശത്രുക്കൾ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം ചെയ്തു. അതിനാൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പൊ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നറിയപ്പെട്ടത് ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെ തന്നെയാണ്.
വാസ്തുവിദ്യയിലെ കരോലിഞ്ചിയൻ ശൈലി എന്താണ്? ബൈസാൻറ്റൈൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ച ശൈലിയായിരുന്നു കരോലിഞ്ചിയൻ ശൈലി. കമാനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മൊസൈക്ക് തറകളും ഇതിന്റെ സവിശേഷതയാണ്. വാസ്തുവിദ്യാ ശൈലി കരോലിഞ്ചിയൻ ശൈലി എന്നറിയപ്പെടുന്നു. ഷാലമീന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വൈജ്ഞാനിക പുരോഗതി കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നും അറിയപ്പെട്ടു. ഇനി പൂർവ്വ റോമാ സാമ്രാജ്യം. റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്ക് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമാ സാമ്രാജ്യം. അതായത് പശ്ചിമ റോമാ സാമ്രാജ്യത്തിന് ശേഷം ഉദയം കൊണ്ടതാണ് പൂർവ്വ റോമാ സാമ്രാജ്യം. കിഴക്കാണ് ഉദയം കൊണ്ടത്. ഇതിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാൻറ്റൈൻ എന്നായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേരെന്താണ്? ബൈസാൻറ്റൈൻ എന്നായിരുന്നു. അതിനാൽ ഈ സാമ്രാജ്യം ബൈസാൻറ്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. പൂർവ്വ റോമാ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേരാണ് ബൈസാൻറ്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. പൂർവ്വ റോമാ സാമ്രാജ്യത്തിന്റെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ. ഈ പൂർവ്വ റോമാ സാമ്രാജ്യത്തിന്റെ ആയിരുന്നു ജസ്റ്റീനിയൻ. പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ ആരായിരുന്നു? ഷാലമീൻ ആയിരുന്നു. ഷാലമീൻ. ലോകത്ത് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയൻ നിയമം, കോഡ് ഓഫ് ജസ്റ്റീനിയൻ. രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനങ്ങളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു. ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു: ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്തൊക്കെയായിരുന്നു? കോർപ്പസ് ജൂറിസ് സിവിൽസിന്റെ 3 ഭാഗങ്ങളായിരുന്നു ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ. ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഇടയിൽ അറബികൾ വസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശമാണ് അറേബ്യൻ ഉപദ്വീപ്. അറബികൾ പല ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഭൂരിഭാഗം ഗോത്രങ്ങളും നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ നഗരങ്ങളിൽ വസിച്ചിരുന്ന ചില വിഭാഗങ്ങൾ കച്ചവടത്തിലും കൃഷിയിലും വ്യാപൃതരായിരുന്നു. ഇവർ കച്ചവടത്തിനായി വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു മക്കയിലെ കാബ. തീർത്ഥാടന കാലം സമാധാനത്തിന്റെ കാലമായിരുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി പരസ്പരം കലഹിച്ചിരുന്ന അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മക്കയിലെ ധനികരായ വ്യാപാരികൾ എതിർത്തു. അതിനാൽ CE 622 മുഹമ്മദ് നബി തന്റെ അനുയായികളുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. എന്നാണ് CE 622 മുഹമ്മദ് നബി തന്റെ അനുയായികളുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത്. ഇത് ഹിജറ എന്ന പേരിൽ അറിയപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മദീനയുടെ ഭരണാധികാരിയായി മാറി. പിന്നീട് മക്കയുടെ നിയന്ത്രണം ലഭിച്ചതോടെ മദീന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ തലസ്ഥാനമായി മാറി. മക്ക മതകേന്ദ്രമായി മാറുകയും ചെയ്തു. അങ്ങനെ അറേബ്യയിലെ വലിയൊരു ഭാഗം പ്രദേശത്തെ ഏകീകരിച്ച അറബ് സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് മുഹമ്മദ് നബിക്ക് കഴിഞ്ഞു. ഫ്രാങ്കിഷ് സാമ്രാജ്യം, ഖസർ സാമ്രാജ്യം, ഇതിന്റെയൊക്കെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ CE 632 വരെ 750 വരെയുള്ള അതിന്റെ പിക്ചർ ആയി കൊടുത്തേക്കുന്നത്. പേർഷ്യൻ ഉൾക്കടലിനും ചെങ്കടലിനും ഇടയിൽ മക്ക മദീന. ഇനി ഖലീഫ ഭരണം. മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഖലീഫമാർ എന്നറിയപ്പെട്ടു. മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് ഖലീഫമാർ. അവരുടെ ഭരണമാണ് ഖലീഫ ഭരണം. ഖലീഫ ഇസ്ലാം മതാധ്യക്ഷനും അറബ് രാഷ്ട്രത്തിന്റെ തലവനുമായിരുന്നു. അദ്ദേഹത്തെ ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറബ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മദീനയായിരുന്നു. ആദ്യകാല ഖലീഫമാർ ആരൊക്കെയായിരുന്നു? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഇനി ഉമവിയ്യ രാജവംശം. 4ാമത്തെ ഖലീഫയായ അലിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം
സ്ഥാപിച്ച രാജവംശമാണ് ഉമവിയ രാജവംശം. ഉമവിയ രാജവംശം മുവായിയ സ്ഥാപിച്ചതാണ്. അവർ തലസ്ഥാനം സിറിയയിലെ ദമാസ്കസിലേക്ക് മാറ്റി. ഉമവിയ വംശത്തിലെ ഖലീഫയായിരുന്നു അബ്ദ് അൽ മലിക്. അറബ് സ്വത്വത്തിന് ഊന്നൽ നൽകി. അതായത് ഉമവിയ വംശത്തിലെ ഖലീഫയായ അബ്ദ് അൽ മലിക് അറബ് സ്വത്വത്തിന് ഊന്നൽ നൽകി. അവ എന്തൊക്കെയായിരുന്നു? അറബി ഭരണഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചു. ഇതാണ് ഡോം ഓഫ് ദി റോക്കിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അബ്ബാസിയകൾ. ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബുൽ അബ്ബാസിന്റെ നേതൃത്വത്തിൽ അബ്ബാസിയ ഭരണം നിലവിൽ വന്നു. അപ്പോൾ ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ടാണ് അബുൽ അബ്ബാസിന്റെ നേതൃത്വത്തിൽ അബ്ബാസിയ ഭരണം നിലവിൽ വന്നത്. ഇവർ തലസ്ഥാനം ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് മാറ്റി. ഇവര് തലസ്ഥാന ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് മാറ്റി. ഇവരിൽ ഏറ്റവും പ്രധാന കവിയും പണ്ഡിതനും ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു. ഹാറൂൺ അൽ റഷീദ് കവിയും പണ്ഡിതനുമായിരുന്നു. ലോകത്തിന് അറബ് സംഭാവന. തനതായ ഒരു സംസ്കാരം പടുത്തുയർത്തിയവരാണ് അറബ് ജനത എന്ന് പറയുന്നത്. അവർക്ക് കാര്യക്ഷമമായ ഒരു ഭരണകൂടം, പോസ്റ്റൽ സമ്പ്രദായവും നികുതി പിരിവ് സമ്പ്രദായവും ഉണ്ടായിരുന്നു. അവർക്ക് കാര്യക്ഷമമായ ഒരു ഭരണകൂടവും പോസ്റ്റൽ സമ്പ്രദായവും പിന്നെ അതുകൂടാതെ നികുതി പിരിവ് സമ്പ്രദായവും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. ബാഗ്ദാദ്, ദമാസ്കസ്, കെയ്റോ, കൊർദോവ എന്നിവിടങ്ങളിലെ സർവകലാശാലകൾ ഇതിന് ഉദാഹരണമാണ്. ബീജഗണിതം, അറബി അക്കങ്ങൾ എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തത് അറബികളാണ്. ഇന്ത്യയുടെ സംഭാവനയായ പൂജ്യം ലോകത്താകെ വ്യാപിപ്പിച്ചതും ഈ അറബികളാണ്. രസതന്ത്രത്തിന്റെ നിരവധി രാസപ്രക്രിയകളുടെ ഉപജ്ഞാതാക്കളും അറബികളാണ്. പ്രകാശശാസ്ത്രത്തിന്റെ അതായത് ഒപ്റ്റിക്സ് ഉപജ്ഞാതാക്കളും ഇവരായിരുന്നു. ക്ഷയം, വസൂരി, ഉദരാർബുദം, പ്ലേഗ് എന്നീ രോഗങ്ങളെക്കുറിച്ച് ഇവർക്ക് അറിവുണ്ടായിരുന്നു. 1001 രാവുകൾ, ദ 1001 നൈറ്റ്സ് അറബി സാഹിത്യത്തിലെ പ്രസിദ്ധ ഗ്രന്ഥമാണ്. മറ്റു മേഖലകളിലെ ഇവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാസ്ത്രകാരർ അഥവാ സാഹിത്യകാരർ, മേഖല ഗ്രന്ഥങ്ങൾ നോക്കാം. അൽറാസിയുടെ മേഖല വൈദ്യശാസ്ത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് കിതാബ് അൽ ഹാവി. കിതാബ് അൽ ഹാവി എന്ന് പറയുന്ന അൽറാസിയുടെ ഗ്രന്ഥമാണ്. വൈദ്യശാസ്ത്രത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മേഖല. ഇനി അടുത്ത അവിസന്ന, ഇബ്നു സീന എന്ന് പറയും വൈദ്യശാസ്ത്രമായിരുന്നു. അൽ ഖാനുൻ ഫിത്വിബ് അത് ഗ്രന്ഥമാണ്. അതാണ് ഗ്രന്ഥം. അവിസന്നയുടെ ഗ്രന്ഥമാണ് അൽ ഖാനുൻ ഫിത്വിബ്. ഇനി അൽബിറൂനി ഭൗമശാസ്ത്രജ്ഞനായിരുന്നു. ഭൗമശാസ്ത്ര മേഖലയാണ് തഹ്ഖീഖു മാലിൽ ഹിന്ദ്. ഇനി ഉമർ ഖയാം സാഹിത്യം റുബായിയാത്ത്. ഫിർദൌസി സാഹിത്യം ഷാഹ്നാമ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഗ്രന്ഥം ഇവരുടെയൊക്കെ പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഇത് കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേര് പഠിക്കാൻ കുറച്ച് പാടാണ്. ഫിർദൌസിയുടെ ഷാഹ്നാമയാണ് ഗ്രന്ഥം. സാഹിത്യകാരനായിരുന്നു. ഇനി ഉമർ ഖയാമും സാഹിത്യകാരനായിരുന്നു. റുബായിയാത്താണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അൽബിറൂനിയുടെ ഗ്രന്ഥം ഏതാണ്? തഹ്ഖീഖു മാലിൻ ഹിന്ദ്. ഇനി അവിസന്ന അഥവാ ഇബ്നു സീനയുടെ അൽ ഖാനുൻ ഫിത്വിബ്. അൽറാസിയുടെ വൈദ്യശാസ്ത്രമായിരുന്നു മേഖല. കിതാബ് അൽ ഹാവിയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ഇനി മംഗോളിയൻ സാമ്രാജ്യം. മധ്യേഷ്യയുടെ കിഴക്ക് ഭാഗത്ത് വസിച്ചിരുന്ന നാടോടികളായ ഗോത്രവർഗക്കാരാണ് മംഗോളിയക്കാർ. മധ്യേഷ്യയുടെ കിഴക്ക് ഭാഗത്താണ് വസിച്ചിരുന്നവരാണ് നാടോടികളായ ഗോത്രവർഗക്കാരാണ് ഈ മംഗോളിയർ എന്ന് പറയുന്നത്. പകൽ മുഴുവൻ പുൽമേടുകളിൽ തേടി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയും രാത്രികാലങ്ങളിൽ കൂടാരങ്ങളിൽ വസിക്കുകയും ചെയ്തിരുന്ന വർഗമായിരുന്നു ഈ മംഗോളിയർ. വളരെ കാലമായി പരസ്പരം പോരാടിയിരുന്ന വ്യത്യസ്ത മംഗോളിയൻ ഗോത്ര വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടതാണ് ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ആളായിരുന്നു.
ടെമുജിൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഈ ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേരാണ് ടെമുജിൻ. മംഗോളിയൻ ഗോത്ര സഭയാണ് അദ്ദേഹത്തിന് ചെങ്കിസ് ഖാൻ എന്ന് പേര് നൽകിയത്. മംഗോളിയയുടെ തലസ്ഥാനം എവിടെയാണ്? കാരക്കോറമായിരുന്നു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു തപാൽ സംവിധാനം ഈ ചെങ്കിസ് ഖാൻ ആരംഭിച്ചു. ഇത് യാം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ചെങ്കിസ് ഖാന്റെ കാലഘട്ടത്തിൽ തപാൽ സംവിധാനത്തിന്റെ പേരെന്താണ്? യാം എന്നായിരുന്നു. മംഗോളിയൻ കാലത്തിലെ കാര്യക്ഷമമായ ഈ സമ്പ്രദായത്തിന് കുതിരകളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം യാസ എന്ന പേരിൽ നിയമസംഹിത രൂപം നൽകി. യാസ അതായത് ചെങ്കിസ് ഖാന്റെ കാലത്തിലാണ്. ചെങ്കിസ് ഖാന്റെ ഒറിജിനൽ പേരെന്തായിരുന്നു? ടെമുജിൻ. ഇനി മാലി സാമ്രാജ്യം. ആഫ്രിക്കയിലെ പശ്ചിമഭാഗത്ത് വ്യാപിച്ചു കിടന്ന പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം. ഇവിടെ ആഫ്രിക്കയുടെ പശ്ചിമ ഭാഗത്തായിരുന്നു. ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു മൻസ കങ്കൻ മൂസ. ഇബ്നു ബത്തൂത്തയിൽ നിന്നാണ് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ മാലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. മൻസ കങ്കൻ മൂസ വിദ്യാഭ്യാസം, കരകൗശല വിദ്യ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ തെക്കുഭാഗം സ്വർണ്ണ നിക്ഷേപത്തിനും വടക്ക് ഭാഗം ഉപ്പ് നിക്ഷേപത്തിനും പ്രസിദ്ധമായിരുന്നു. ഗാവോ, ജനെ, തിംബുക്ടു എന്നിവ സാമ്രാജ്യത്തിന്റെ പ്രസിദ്ധമായ പട്ടണങ്ങളായിരുന്നു. തിംബുക്ടു കച്ചവട കേന്ദ്രത്തിന് പുറമെ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്നു. ഇവിടുത്തെ ഗ്രേറ്റ് മോസ്ക് ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പണ്ഡിതന്മാർ തിംബുക്ടുവിലേക്ക് എത്തിയിരുന്നു. ഗാവോ, ജനെ, തിംബുക്തു ഒക്കെ ഈ മാലി സാമ്രാജ്യത്തിലെ പ്രസിദ്ധ പട്ടണങ്ങളായിരുന്നു. ഇനി അമേരിക്കയിലെ രാഷ്ട്ര സമ്പ്രദായങ്ങൾ. മണ്ണിനാഴത്തിൽ നിന്നെന്നെ നീ നോക്കൂ, ഉഴവുകാരാ, നെയ്ത്തുകാരാ, നാവെടുക്കാത്ത ആട്ടിടയ, നിന്റെ ചോരയും ചാലും എനിക്ക് കാട്ടിത്തരൂ, എന്നോട് പറയൂ, എന്നെ ചാട്ട കൊണ്ടടിച്ചതിവിടെ, ഒരു രത്നക്കല്ലിനു തിളക്കം പോരായിരുന്നു എത്രേ, ചോളത്തിന്റെ രത്നത്തിന്റെ പാട്ടം കൊടുക്കാൻ മണ്ണൊന്നു വൈകിയത്രേ. പാബ്ലോ നെരൂദ, ദി ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു. ഈ പിക്ചർ നോക്കിക്കേ. ഇത് നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് പാബ്ലോ നെരൂദ എഴുതിയ വരികളാണ് ഇത്. ഒരു പുരാതന നിർമ്മിതി. ഈ പുരാതന നിർമ്മിതി ഏതാണ്? ഇത് ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? സുസംഘടിതമായ രാഷ്ട്ര സമ്പ്രദായങ്ങൾ അമേരിക്കയിൽ നിലനിന്നിരുന്നതായി ഈ നിർമ്മിതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ രാഷ്ട്ര സമ്പ്രദായത്തെക്കുറിച്ച് പുറം ലോകത്തിന് അറിവുണ്ടായിരുന്നില്ല. 15-ാം നൂറ്റാണ്ടിലെ യൂറോപ്യരുടെ അമേരിക്കയിലേക്കുള്ള പര്യവേഷണത്തിലൂടെയാണ് ഇവയെക്കുറിച്ചുള്ള അറിവ് പുറം ലോകത്ത് ലഭ്യമാകുന്നത്. ആസ്ടെക്കുകൾ, മായന്മാർ, ഇൻകാകൾ എന്നിവയാണ് അമേരിക്കയിൽ നിലനിന്ന രാഷ്ട്ര സമ്പ്രദായങ്ങൾ. എന്തൊക്കെയാണ്? ആസ്ടെക്കുകൾ, മായന്മാർ, ഇൻകാകൾ. അവയെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം. ആസ്ടെക്കുകൾ. 12-ാം നൂറ്റാണ്ടിൽ ആസ്ടെക്കുകൾ മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറി. ആസ്ടെക് സമൂഹം ശ്രേണികൾ അധിഷ്ഠിതമായിരുന്നു. ഇവരുടെ തലസ്ഥാനം ടെനോച്റ്റിറ്റ്ലാൻ ആയിരുന്നു. ഇവർ മെക്സിക്കോ തടാകത്തിനുള്ളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപ് നിർമ്മിച്ചു. ഇത് ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഇവർ ചോളം, ബീൻസ്, കുമ്പളങ്ങ, മത്തങ്ങ, മരച്ചീനി, ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു. ഇതിന് പുറമെ കച്ചവടം, കൈത്തൊഴിൽ എന്നിവയിൽ വ്യാപൃതരായിരുന്നു. സ്വർണം, ചെമ്പ്, തകരം എന്നീ ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങൾ ഇവരുപയോഗിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായി കാൽമേക്കാക്കും മറ്റു വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ടെപ്പോച്ച് കല്ലി എന്ന വിദ്യാഭ്യാസ സമുദായങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ ആസ്ടെക്കുകൾ എവിടുന്ന് 12-ാം നൂറ്റാണ്ടിൽ മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറിയവരാണ് ഇവരെന്ന് പറയുന്നത്. ഇവരുണ്ടാക്കിയ കൃത്രിമ ദ്വീപിന്റെ പേരെന്താണ്? ചിനമ്പകൾ. ഇവരുടെ തലസ്ഥാനം ടെനോച്റ്റിറ്റ്ലാൻ ആയിരുന്നു. ഇവര് കൃഷിയിലൊക്കെ വ്യാപൃതരായിരുന്നു.
പിന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇവർ പ്രാധാന്യം നൽകിയിരുന്നു. നാണയങ്ങളൊക്കെ അവരുണ്ടാക്കിയിരുന്നു. അതിപ്പം ഈ പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായിട്ടുള്ളത് കാൽമേ കാക്കും, പിന്നെ മറ്റു വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ടെപ്പോസ് കല്ലി എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ഇനി എന്താണ് ഈ ചിനമ്പകൾ എന്ന് പറയുന്നത്? മെക്സിക്കോ തടാകത്തിനുള്ളിൽ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളാണ് ഈ ചിനമ്പകൾ. ഈറ്റപ്പായകൾ ചെളി കൊണ്ട് മൂടി ചെടികൾ വെച്ച് പിടിപ്പിച്ചായിരുന്നു ദ്വീപുകൾ നിർമ്മിച്ചിരുന്നത്. കൊട്ടാരങ്ങളും പിരമിഡുകളും ഈ ദ്വീപുകൾക്കിടയിൽ നിർമ്മിച്ചിരുന്നു. ഇനി മായന്മാർ 11-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം. 11-നും 14-നും ഇടയിൽ, 11-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമായിരുന്നു ഈ മായൻ സംസ്കാരം എന്നത്. കാട് വെട്ടിത്തെളിച്ച് ഇവർ ചോളം കൃഷി ചെയ്തിരുന്നു. കരിങ്കല്ലുകൊണ്ട് കൊട്ടാരങ്ങളും ദേവാലയങ്ങളും നിർമ്മിച്ചിരുന്നു. സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളും മനോഹരങ്ങളായ മൺപാത്രങ്ങളും ഇവർ നിർമ്മിച്ചിരുന്നു. ചിത്രലിപികൾ അടങ്ങിയ അക്ഷരമാല ഇവർ ഉപയോഗിച്ചിരുന്നു. മരത്തൊലി, പ്രത്യേകതരം ചെടികളിൽ നിന്നുണ്ടാക്കിയ കടലാസ് എന്നിവ എഴുതാൻ ഉപയോഗിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും പുരോഗതി നേടിയിരുന്ന ഇവർക്ക് ഒരു പഞ്ചാംഗവും ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഇൻകാകൾ നോക്കിക്കേ. മായൻ ആരാധനാലയമാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഇനി ഇൻകാകൾ തെക്കേ അമേരിക്കയിൽ നിലനിന്ന ഏറ്റവും വലിയ തദ്ദേശ സംസ്കാരം ആണ് പെറുവിലെ ഇൻകാ സംസ്കാരം. കേന്ദ്രീകൃതമായ സാമ്രാജ്യത്വ ഭരണമാണ് ഇവിടെ നിലനിന്നിരുന്നത്. രാജാവായിരുന്നു പരമാധികാരി. കുസ്കോ ആയിരുന്നു തലസ്ഥാനം. കുസ്കോ ഇൻകയുടെ തലസ്ഥാനമാണ് കുസ്കോ. കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ദേവാലയങ്ങളും കൊട്ടാരങ്ങളും മനോഹരങ്ങളായ ഭവനങ്ങളും ഈ നഗരത്തിൽ ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ റോഡ് മാർഗം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നു. മധ്യ പെറുവിൽ 3500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചു പിച്ചു ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണമാണ്. ഈ മാച്ചു പിച്ചുവിന്റെ കാര്യമാ നമ്മൾ മുമ്പേ പറഞ്ഞത്. പാബ്ലോ നെരൂദയുടെ ഈ പിക്ചർ, പാബ്ലോ നെരൂദയുടെ വരികൾ പറഞ്ഞല്ലോ, അതിനകത്ത് കൊടുത്തേക്കുന്ന ഈ പിക്ചർ. ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. സ്വർണം, ചെമ്പ്, വെള്ളി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. കമ്പിളി വസ്ത്രം നെയ്യാൻ ഇവർ ലാമ, അൽപാക്ക മുതലായ ജന്തുക്കളുടെ തോൽ ഉപയോഗിച്ചിരുന്നു. കർഷകർക്ക് കൃഷി ചെയ്യാവുന്നത്ര ഭൂമി സർക്കാർ നൽകിയിരുന്നു. ചോളവും ഉരുളക്കിഴങ്ങുമായിരുന്നു പ്രധാന വിളകൾ. ക്യൂപ്പു എന്ന കണക്ക് രേഖപ്പെടുത്തിയെന്ന രീതി നിലവിലുണ്ടായിരുന്നു. ആരുടെ കാലഘട്ടത്തിലെയാണ് ഈ ക്യൂപ്പു എന്നുള്ള കണക്ക് രേഖപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നത്? ഇൻകാകളുടെ കാലത്താണ്. സ്പെയിൻ ആയിരുന്നു അമേരിക്കയിലെ കോളനിവൽക്കരണം. സ്പെയിനുകാരുടെ അമേരിക്കയിലെ കോളനിവൽക്കരണം ഈ സംസ്കാരത്തെ തകർക്കുകയാണ് ചെയ്തത്. ഇതാണ് ക്യൂപ്പു. ഈ ക്യൂപ്പു ചരടിൽ പ്രത്യേക കെട്ടുകളിട്ട് ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന രഹസ്യ ഭാഷയാണ് ഇത്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ ഈ പാഠഭാഗത്തു നിന്നും തിരിച്ചറിഞ്ഞല്ലോ. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളുടെ ആധുനികതയിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് ചാപ്റ്റർ. താങ്ക് യു.